അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസല്ലം. പ്രിയപ്പെട്ട ഉസ്താദ്, സ്നേഹനിധികളായ ഉമ്മമാരെ, ഉപ്പമാരെ, സുഹൃത്തുക്കളെ, ഞാനിവിടെ ഒരു കഥ പറഞ്ഞു തരാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ കൊച്ചു പ്രായത്തിൽ ഉപ്പയോട് ചോദിച്ചു, ഉപ്പ, ഞങ്ങൾ എന്തിനാണ് ബിംബങ്ങളെ ആരാധിക്കുന്നത്? ഉപ്പ പരിഹസിക്കുകയും കളിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാം എല്ലാവരും പരിപാടിയിലേക്ക് പോയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എനിക്ക് വയ്യാമെന്ന് പറഞ്ഞു അവിടെ നിന്നു. അങ്ങനെ അവസാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാം എല്ലാവരും പോയ തക്ക സമയം നോക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവർ ബിംബാശാലയിലേക്ക് കയറി അവിടെ ഒരു കോടാലയെടുത്ത് അവിടെയുള്ള എല്ലാ ബിംബങ്ങളെയും തലവെട്ടി അവിടെയുള്ളൊരു വലിയ ബിംബത്തിൻ്റെ കൗത്തിൽ തൂക്കിയിട്ടു. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോവുകയും ചെയ്തു. അതിനുശേഷം ആൾക്കാരെല്ലാവരും കൂടി വന്ന് ചോദിക്കുകയുണ്ടായി, ആരാണ് ബിംബങ്ങളെ പൊട്ടിച്ചത്? അപ്പോൾ പലരും പറഞ്ഞു ഇബ്രാഹിമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വിളിച്ചു കൊണ്ടുവരികയും ചോദ്യം ചെയ്യുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ വലിയ ബിംബത്തിനോട് ചോദിച്ചു നോക്കൂ. അപ്പോൾ അവർ പറഞ്ഞു, ബിംബത്തിന് സംസാരിക്കാനോ മറ്റൊരു കാര്യത്തിനും കഴിയുകയില്ലല്ലോ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവസാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആണെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ അവസാനം അവർ ചുട്ടുകരിക്കാനും തീയിലേക്ക് എറിയാനും നിന്നു. അവസാനം തീയിലേക്ക് എറിഞ്ഞപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, തീയെ, നീ തണുപ്പ് നൽകുക, നീ ചൂടിന് പകരം തണുപ്പ് നൽകുകയും സുഖം പകരുകയും ചെയ്യുക. അങ്ങനെ അവസാനം ഇബ്രാഹിം നബി സ്വലാമിന് തീയിന് പകരം തണുപ്പും സുഖവും ഉണ്ടായി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.